ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഉന്നക്കായയുടെ റെസിപ്പിയാണ്. നല്ല മധുരമുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ഉന്നക്കായ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മൾ അടിപൊളി ഉന്നക്കായ റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ എടുത്തിരിക്കുന്ന പഴം ഒരുപാടങ്ങ് പഴുത്തു പോയ പഴമൊന്നുമല്ല, തൊലിയൊക്കെ കറുത്ത് ഒരുപാടങ്ങ് പഴുത്തു പോയ പഴം എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം പഴുത്ത പഴം എന്ന് കരുതി ഒരുപാട് പഴുത്ത പഴവും ആവരുത്, ഒരുപാട് പച്ചപ്പഴവും ആവരുത്. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന പഴം മുഴുവൻ വേവിച്ച് നടുക്കുള്ള കുരുവൊക്കെ കറുത്ത കുരുവൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ ചൂടൊന്ന് അറിയിട്ടുണ്ട് എന്ന് കരുതി തീരെ ചൂടാറി തണുത്തൊന്നും പോയില്ല കേട്ടോ. ഇനി ഇത് കൈവച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. കണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കട്ടിയാവാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് കുഴച്ച് വരുമ്പോൾ ശരിക്കും ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ, ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമാണ് നന്നായിട്ട് ഷേപ്പായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഉന്നക്കായ കിട്ടുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത പോലെ കുറച്ച് ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നമ്മുടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ട് പതുക്കെ ഒന്ന് കളർ മാറി വാടി വന്നതിന് ശേഷം മാത്രമേ ഇതേപോലെ മുന്തിരി ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. മുന്തിരി പെട്ടെന്ന് റെഡിയായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ്. കണ്ടത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ നെയ്യിലേക്ക് തന്നെ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അത്യാവശ്യം 2 വലിയ നേന്ത്രപ്പഴത്തിന് ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഇതേപോലെ 1 കപ്പ് തേങ്ങ ചിരകിയത് മതിയാവും കേട്ടോ. തേങ്ങയുടെ പച്ചമണമൊക്കെ പതുക്കെ ഒന്ന് മാറി നെയ്യിൽ കിടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. പതുക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഫില്ലിങ് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇത്ര എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. അപ്പോൾ കാഷ്നട്ടും മുന്തിരിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഉന്നക്കായ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ഇതേപോലെ ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ച് നന്നായിട്ട് തന്നെ 2 വശവും അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പഴുത്ത പഴവും എടുക്കരുതെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ നേരത്ത് കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. കണ്ടത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഉന്നക്കായുടെ ഷേപ്പാക്കി വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ 1-2 കാര്യങ്ങൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കയ്യിൽ ഓരോ തവണ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുറംഭാഗമൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാം. കണ്ടോ, കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 വലിയ പഴത്തിൽ നിന്ന് ഇത്രയധികം ഉന്നക്കായ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ളതല്ല,
അതാ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇത്രയും ഉന്നക്കായ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് 2 വശം അങ്ങ് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയാവും. അതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. കാരണം പഴം നന്നായിട്ട് വെന്തതാണ്, അതേപോലെ തന്നെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് പുറം ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നാൽ മാത്രം മതി. കണ്ടതാ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ വശവും കൂടെ റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങ് ഒരുപാട് പഴുത്ത് പോകാത്ത പഴമൊക്കെ കയ്യിലുള്ളപ്പോൾ അതാ ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം ഉള്ളിൽ ആ മധുരമുള്ള ഫില്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉന്നക്കായുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, അതാ ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ പതുക്കെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ഉന്നക്കായും എന്താ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ, അതാ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെയും പഞ്ചസാരയുടെയും കാഷ്നട്ടിൻ്റെ ഒക്കെ ഒരു മധുരത്തോട് കൂടി വരുമ്പോൾ അടിപൊളി തന്നെയാണ്. പുറം ഭാഗമൊക്കെയാണെങ്കിലും പതൊക്കെ ഒന്ന് മുരിഞ്ഞ് ആ പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റോട് കൂടി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. നമുക്കിതേപോലുള്ള നല്ല അടിപൊളി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.